നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശീലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് തനിയെ ഇരുന്ന് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, ആ സന്തോഷം നിങ്ങൾ അനുഭവിച്ച് ശീലിക്കുക. അങ്ങനെ ശീലിച്ചാൽ മാത്രമേ അത് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ ജീവിതത്തിൽ വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ അനുഭവിച്ച് സന്തോഷിക്കണം. നിങ്ങൾക്ക് കിട്ടേണ്ട അനുഭവങ്ങൾ നിങ്ങൾക്ക് മുൻകൂർ കണ്ട് അനുഭവിച്ച് സന്തോഷിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഹീൽഡ് ആയിരിക്കണം. അതായത് അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ പരാതികളും അതിൻ്റെ നിരാശകളും എല്ലാം അതിനെ അതിജീവിച്ച് നിങ്ങൾ അതിനെ ഹീൽ ചെയ്ത് അതിനെ സന്തോഷിപ്പിച്ച് സമാധാനമായി ഇരിക്കണം. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനും അതിനെ ശാന്തമാക്കി വയ്ക്കാനും വേണ്ടി നിങ്ങൾക്ക് പ്രകൃതിയെ കൂട്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾ പ്രകൃതിയോടൊപ്പം നടക്കുകയാണെങ്കിൽ രാവിലത്തെ സൂര്യോദയം കാണുക, വെള്ളം ജലാശയങ്ങളിൽ അല്ലെങ്കിൽ ജലാശയങ്ങളെ കാണുക, അതിനടുത്ത് പോവുക, നീന്താൻ അറിയാവുന്നവരാണെങ്കിൽ അതിലിറങ്ങി നീന്തുക, ചെരുപ്പില്ലാതെ ഭൂമിയിൽ നടക്കുക, മരങ്ങളുടെ അടുത്ത് പോവുക, പറ്റുമെങ്കിൽ അവയെ കെട്ടിപ്പിടിച്ച് അവരെ ഹഗ് ചെയ്തിട്ട് ദീർഘശ്വാസം എടുത്ത് ഒരു 10 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ മരങ്ങൾ ആഗിരണം ചെയ്യുന്നതാണ്. വെള്ളവും നിങ്ങളുടെ ഇമോഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു മൂലകമാണ്. സൂര്യപ്രകാശം നിങ്ങളെ ഹീൽ ചെയ്യും. നിങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു മൂലകമാണ് സൂര്യപ്രകാശം. അതുപോലെ തന്നെ ശുദ്ധവായു നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളുടെ ഭാരത്തെ ലഘൂകരിക്കാൻ പറ്റും. മായുന്ന മേഘങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും പോകുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കുറച്ചധികം ദിവസം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ശാന്തമാക്കാനും സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു സമാധാനം ഫീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും ഉണ്ടാകും. നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരാനായിട്ട് സാധിക്കുക. ദൈവം എന്തും തരാനായിട്ട് സജ്ജമായി ഉണ്ട്. ദൈവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇഷ്ടപ്പെട്ട നാമത്തിൽ അതിനെ വിളിക്കാം, കാണാം, അനുഭവിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്.